ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വ്ലോഗ് ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. ഇന്ന് നിവാങ്കുഞ്ഞിന് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചും ഒക്കെ ആക്കണം നമുക്ക്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പാലപ്പറാത്തയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. ഇവിടെ പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഒരെരപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ. നിവാങ്കുഞ്ഞ് ഇന്നലെ രാത്രി പറഞ്ഞത് അവന് പൂരി വേണമെന്നാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പൂരി ഉണ്ടാക്കാമെന്ന്. പക്ഷേ ആ പാലക്കിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ച് വന്നപ്പോഴത്തേക്കും വെള്ളം കൂടിപ്പോയി. അങ്ങനെ അതുകൊണ്ട് പൂരി ഉണ്ടാക്കിയത് ശരിയായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പൂരിയുടെ റെസിപ്പിയും കാണിക്കുന്നില്ല. പിന്നീട് ഒരിക്കൽ നമ്മളിത് സക്സസ് ആയി കഴിയുമ്പം ബ്ലോഗിൽ കാണിക്കാം കേട്ടോ. ഞാൻ ഒരു ചന്ദനത്തിരി രാവിലെ തന്നെ ഞാൻ കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ. കോവയ്ക്കായും ഉണ്ട്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കോവയ്ക്കായും ഉണ്ട്, വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്ത കുറച്ച് വെണ്ടയ്ക്കായും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് രണ്ടും കൂടെ കുഞ്ഞായിട്ട് വട്ടത്തിലരിഞ്ഞൊരു മെഴുക്കുവരട്ടിയാക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വറ്റൽമുളക് ചതച്ചത് മെഴുക്കുവരട്ടിക്കകത്ത് ചേർക്കുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. പൂരിക്ക് കുഴച്ചും വെച്ച് മെഴുക്കുവരട്ടിക്കുള്ളത് അടുപ്പയിലേക്കും ആക്കിയിട്ട് ഞാൻ നേരെ വന്നു കേട്ടോ മുറ്റം അടിക്കാനായിട്ട്. നമ്മുടെ മുറ്റത്ത് നിറച്ച് പുല്ല് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതടുത്ത ദിവസം ഞാൻ ക്ലീൻ ചെയ്യാൻ ഓർത്തുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇത് ഒരു പുതിയ ചൂല് വാങ്ങിച്ചാണ്. നമുക്ക് ഈ ചെറിയ ചെറിയ കല്ലും കട്ടയൊക്കെ അടിച്ച് കളയാനായിട്ട് ഈ മഴക്കാലത്ത് മുറ്റം അടിക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു ചൂലും കൊണ്ട്. നേരെ വന്നിട്ട് ഞാൻ ലിവിങ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്, സെറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. അപ്പം ഞാൻ ഈ കുട ഇവിടെ വെക്കുന്നത് നിവാങ്കുഞ്ഞിനെ സ്കൂളിലേക്ക് ആക്കാൻ പോകാൻ നേരം കുട എടുക്കാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ ഇപ്പം മിക്കപ്പോഴും തന്നെ മഴയുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ആ കുട മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് തന്നെ വെച്ചേ. പിന്നെ ഞാൻ ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ. അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതാ നല്ല മഴയായിട്ടോ. പുറത്ത് ഇപ്പോഴും നല്ല മഴയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ പൂരിക്ക് ഞാൻ കുഴച്ച കൂട്ടത്തിൽ പാലക്കിൻ്റെ അളവ് കൂടിപ്പോയത് കൊണ്ട് പൂരി അങ്ങ് ശരിയാകുന്നില്ലായിരുന്നു കേട്ടോ. അതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ചപ്പാത്തി പലകയിൽ കൂടെ. ഞാൻ പിന്നെ വിചാരിച്ചു ചപ്പാത്തി ചുട്ടെടുക്കാമെന്ന്. 2-3 പൂരി നിവാങ്കുഞ്ഞ് പറഞ്ഞത് കാരണം അവന് വേണ്ടി മാത്രം ഉണ്ടാക്കിയേ. കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ആയി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇൻഡക്ഷനിൽ രാവിലെ എഴുന്നേറ്റ് വന്നത് കഞ്ഞിക്കുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. കഞ്ഞിയും കൂടെ വാർത്തിടണം. പിന്നെ നമ്മൾ പൂരി ഇങ്ങനെ 2-3 ചുട്ടെടുത്തു, എന്നാലും അത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ അത് അവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ ചപ്പാത്തിക്കുള്ളത് കുഴച്ച് ചപ്പാത്തി ചുട്ടെടുത്തു കേട്ടോ. ചപ്പാത്തിക്കുള്ള കുഴച്ചല്ല, കുറച്ച് പൊടി ചപ്പാത്തി പലകയിൽ ഞാൻ തൂവിയിട്ട് ചപ്പാത്തിയാക്കി എടുത്തു കേട്ടോ അത് മുഴുവൻ. എനിക്ക് അപ്പടി വിഷമായി പോയിട്ട് എൻ്റെ പൂരി ഫെയിലായിപ്പോയത് കൊണ്ട് അങ്ങനെ ഞാൻ എന്താ പൂരിക്കുള്ളത് 2-3-4 അങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് പൊടി തൂവിയിട്ട് ചപ്പാത്തിക്കുള്ളതാക്കി എടുത്തു കേട്ടോ. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് കിട്ടിയേ. കഴിഞ്ഞ വ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഡാമിൽ മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ടാപ്പിൽ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ടാപ്പിൽ വെള്ളം വന്ന ദിവസമായിരുന്നു കേട്ടോ. കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ അലക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് കുറച്ചിടാം, പിന്നെ കല്ലിൽ അലക്കാനുള്ളതൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞിൻ്റെ യൂണിഫോം, പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ കല്ലിൽ അലക്കും. പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലുമാണ് കേട്ടോ അലക്കുന്നത്. പിന്നെ മഴയായത് കാരണം ഡ്രയറിലിട്ട് വെള്ളം കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സൈഡിലുള്ള അഴയിലേക്കൊക്കെ ഇട്ടങ്ങ് ഉണക്കിയെടുക്കും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു റുട്ടീൻ. അങ്ങനെതാ ചപ്പാത്തിയൊക്കെ ഞാനൊരു സൈഡിൽ ചുടുന്നുണ്ട്. ഒരു കൊതി കാരണം ആ 3-4 പൂരി ഞാൻ ചുട്ടെടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പരിപ്പ് വടയൊക്കെ പോലെയായിട്ട് എൻ്റെ പൂരി വന്നത് കേട്ടോ. പക്ഷേ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാനത് കളഞ്ഞില്ല, ഞാൻ തന്നെ കഴിച്ചു കേട്ടോ. നിവാങ്കുഞ്ഞിന് ചപ്പാത്തിയും കൊടുത്തു വിട്ടു. ചപ്പാത്തിക്ക് ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. നിവാങ്കുഞ്ഞിന് ഞാൻ പീനട്ട് ബട്ടർ തേച്ചിട്ട് ചപ്പാത്തി കൊടുത്തു വിട്ടു. ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ അവൻ ചപ്പാത്തി കഴിച്ചത്. പിന്നെ ഞാനിവിടെ കുറച്ച്
പുളിയിഞ്ചിയുടെ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അത് കൂട്ടിയാണ് ചപ്പാത്തി കഴിച്ചേട്ടോ. പിന്നെ നിവാങ്കുഞ്ഞിന് ലഞ്ചിന് ഇന്ന് കുറച്ച് മോര് കാച്ചി കൊടുത്തു വിടാം. ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ പാലൊക്കെ ഇട്ട് കഴിഞ്ഞ് ചപ്പാത്തി ചുട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് മുട്ടയും കൂടെ ഞാനിവിടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ലഞ്ചിന് കൊടുത്തു വിടാം. മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് വാഷിംഗ് മെഷീനിലേക്ക് തുണിയൊക്കെ ഇട്ടു അലക്കാനായിട്ട്. ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു മോര് കാച്ചി എടുക്കാവേ. കടുക് വറുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് പച്ചമുളക് ഇട്ട് സവോള ഇട്ട് വഴണ്ട് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് വെറും പച്ചമോര് കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ, ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരച്ച മോര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം, കുറച്ച് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കായപ്പൊടിയാണ് ഈ തട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിനകത്ത് തീരാറായതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തട്ടി കുറേശ്ശെ ചാടിച്ചിട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മിക്സിയിൽ നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് പതുക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് മോര് കാച്ചിയത് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് പെട്ടെന്ന് കാച്ചി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നിവാങ്കുഞ്ഞിന് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്തു വെക്കുന്നതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കോഴിക്ക മെഴുക്കുവരട്ടി, മുട്ട പൊരിച്ചത്, മോര് കാച്ചിയത്. അങ്ങനെ നിവാങ്കുഞ്ഞിനെ കൊണ്ടുവിടാനായിട്ട് പോവുകയാണേ. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ, മെയിൻ റോഡ് വരെ. കുഞ്ഞിപ്പൂ നിവാങ്കുഞ്ഞിനെ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത്. ഞാൻ ചൂടോടെ ഒരു കാപ്പി ഇട്ട് കുടിക്കുവാണ് കേട്ടോ. കാപ്പി ഇട്ട് കുടിച്ച് ടി വിയിലൊരു പാട്ടൊക്കെ വെച്ച് നമുക്ക് ഇന്ന് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാം കേട്ടോ. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഉച്ചവരെ ക്ലീനിങ്ങിലായിരുന്നു കേട്ടോ. നമ്മുടെ മുറ്റമൊക്കെ പുല്ലൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണും കേട്ടോ. അങ്ങനെ ഞാൻ വാഷ് ബേസിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് നല്ലതായിട്ട് തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഹാർപ്പിക്കാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാർപ്പിക്കും ഒഴിച്ചു, കുറച്ച് ലൈസോളും ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകി കേട്ടോ. അപ്പോൾ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.